അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമളാൻ സമാഗതമായിരിക്കുന്നു. ധാരാളം പുണ്യങ്ങൾ ചെയ്ത് വലിയ നന്മകൾ നേടാനുള്ള സുവർണാവസരമാണ് നമുക്ക് വന്നു ചേർന്നത്. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് വിശുദ്ധ റമളാനിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്നതും അതുപോലെ ധാരാളം നന്മകൾ ചെയ്യാൻ സാധിക്കുക എന്നതും. നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ നമ്മെ ഉണർത്തിയ ഒരു കാര്യമുണ്ട്. ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദ്. നിശ്ചയമായും മനുഷ്യ ഹൃദയങ്ങൾ അത് തുരുമ്പ് പിടിക്കും. കമാ യസ്ദഉൽ ഹദീദ്, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ. ഉപയോഗശൂന്യമായി നിന്നാൽ ഇരുമ്പിന് തുരുമ്പ് വരുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയത്തിന് തുരുമ്പുകൾ വന്ന് ഉപയോഗശൂന്യമാകുന്ന ഒരവസ്ഥയുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ പഠിപ്പിച്ചു. സഹാബികൾ നബിയോട് ചോദിച്ചു, നബിയെ വമാ ജലഉഹ, ആ കൽബിനെ വിശുദ്ധമാക്കാനുള്ള വഴി എന്താണ്, മാർഗം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞ ഒരു മറുപടി, ദിക്റുൽ മൗത്തി വ തിലാവത്തുൽ ഖുർആനി ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, മരണത്തെ ഓർക്കുക, ഓർക്കലിനെ അധികരിപ്പിക്കുക എന്നതാണ്. മരണസ്മരണ കൂടുതലായി നമ്മിൽ ഉണ്ടാവുക എന്നത്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് പെട്ടെന്ന് ആളുകൾ മരണപ്പെട്ടു പോകുന്നത് നമ്മൾ കാണുന്നു. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ തന്നെ പെടുന്നനെ ആളുകൾ മരണപ്പെട്ടു പോകുന്നൊരവസ്ഥ. ആ രീതിയിൽ നാം സ്വന്തം ശരീരത്തെക്കുറിച്ച് ആലോചിക്കുക. നമ്മൾ പെട്ടെന്ന് മരിച്ചു പോകുന്നവരാകുന്നു എന്ന ചിന്ത നമ്മുടെ കൽബിലുണ്ടായാൽ സ്വാഭാവികമായും നാം നാളേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അധികരിപ്പിക്കുന്നവരായി തീരും. പ്രത്യേകിച്ച് വലിയ മാരകമായ അസുഖങ്ങൾ പിടിപെട്ട് മരണത്തെ അഭിമുഖം കാണുന്ന കുറെ ആളുകളെ നാം കാണാറുണ്ട്. അവരൊക്കെ ഈ ചിന്തയിൽ നിന്ന്, ദുനിയാവിൻ്റെ ചിന്തയിൽ നിന്ന് മാറി അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലേക്ക് മാറുന്നത് പോലെ ജീവിച്ചിരിക്കുന്ന പ്രയാസങ്ങളൊന്നും അലട്ടാത്ത നമ്മൾ ആ രീതിയിൽ അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് മരണത്തെ ഓർത്ത് ജീവിക്കുന്നവരാവുക എന്നതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തത്, പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഖുർആൻ ഓതലിനെ അധികരിപ്പിക്കുക എന്നതാണ്. അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധമായ ഖുർആൻ ദിനേനെ നാം ആവർത്തിച്ചാവർത്തിച്ച് ഓതുന്നവരാവുക. എന്നാൽ ഖൽബിൻ്റെ ഈ തുരുമ്പിനെ നീക്കം ചെയ്യാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് നാം ഹിഫ്ളുള്ളതും അല്ലാത്തതുമായ ഖുർആനിന്റെ വാക്യങ്ങൾ നിരന്തരമായി ഓതാൻ ശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.